കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കണ്ണൂർ ചൊക്ലി ഒളവിലത്തെ യദുകൃഷ്ണൻ പക്ഷേ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഉടൻ ജോലിക്കായി ആരുടെയും കാല് പിടിച്ചില്ല. പകരം സ്വന്തം വീടിനോട് ചേർന്ന് കഴുതകളെ വളർത്താൻ തുടങ്ങി. യദുവിന്റെ മിറാക്കിൾ ഡോങ്കീസ് എന്ന കഴുത ഫാമിൽ ഇപ്പോൾ 20ഓളം കഴുതകളുണ്ട്. മലബാറിലെ ഈ ആദ്യ കഴുത ഫാമിന്റെ വിശേഷങ്ങളാണ് ഇനി ന്യൂസ് at 9-ൽ. ഇത്തിരി തവിട്, ഇത്തിരി കടലപ്പിണ്ണാക്ക്, പിന്നെ അല്പം പച്ചപ്പുല്ലും. ഇത്രയും മതി എത്ര കഴുതകളെ വേണമെങ്കിലും വളർത്താം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഡയറി ഫാം എന്റർപ്രണർഷിപ്പ് ഐച്ഛിക വിഷയമായി എടുത്തതുകൊണ്ട് ഫാമുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും യദുകൃഷ്ണന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ 19-ാം വയസ്സിൽ കഴുത വളർത്തൽ ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കുമ്പോൾ യദുവിന് ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ അധികം സാധ്യതകളുണ്ട് കഴുതപ്പാലിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുവരെ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഇതിലാണ് തുടങ്ങിയത്. 80,000 രൂപ മുതൽ ഏകദേശം 1.5 വരെ ഉണ്ട്. 1.5 ലക്ഷം രൂപ വരെ ഉണ്ട് കഴുത. അതോരോ ഇനത്തിലാണ്. സാധാ കഴുതയ്ക്ക് അല്ലാതെ വലിയ കഴുതക്കൊക്കെ ഓരോ റേറ്റാണ്. പാലുൽപാദനം കൂടിയ ഹെലാരി, കത്തേവാടി തുടങ്ങി പൊക്കം കുറഞ്ഞ നാടൻ കഴുതകൾ വരെയുണ്ട് യദുവിന്റെ മിറാക്കിൾ ഡോങ്കീസ് എന്ന കഴുത ഫാമിൽ. കഴുതകളെല്ലാം എത്തിച്ചത് ആന്ധ്രയിൽ നിന്ന്. ദിവസം 4 ലിറ്റർ വരെ പാൽ ലഭിക്കും. 1 ലിറ്റർ കഴുതപ്പാലിന് വിപണിയിൽ 6,000 രൂപ വരെ വിലയുണ്ട്. പക്ഷേ കേരളത്തിൽ കഴുത വളർത്തൽ വ്യാപകമല്ലാത്തതിനാൽ കോയമ്പത്തൂരിലെ ഒരു കമ്പനി നാട്ടിലെത്തി പാൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യദുവിന് ലഭിക്കുന്നത് ലിറ്ററിന് 1,600 മുതൽ 1,700 രൂപ വരെ മാത്രം. ഏകദേശം 500 മില്ലി മുതൽ 1 ലിറ്റർ കിട്ടുന്ന കഴുതയുണ്ട്. എനിക്ക് 750 വരെ കിട്ടിയിട്ടുണ്ട്. 750 മില്ലി ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. പാലിനിപ്പം വരുന്ന ഡിമാൻഡ് എന്ന് വെച്ചാൽ ലിറ്ററിന് ഏകദേശം 5,000 രൂപ മുതൽ 7,000 രൂപ വരെ മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് 2,000 രൂപയോളം പാലിന് വില കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ തമിഴ്നാട്ടിലൊരു ഫാമിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. 300 ലിറ്ററോളം ആകുമ്പോഴാണ് അവർ വന്നിട്ട് എടുത്തിട്ട് പോകുന്നത്. അവിടെ 1,600 രൂപ കിട്ടും ലിറ്ററിന്. ഔഷധ ഗുണം ഏറെയുള്ള കഴുതപ്പാൽ സൗന്ദര്യ സംവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സിദ്ധവൈദ്യത്തിൽ കഴുതമൂത്രത്തിനും ആവശ്യക്കാർ ഏറെയുണ്ട്. മെയിനായിട്ട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനാണ് കഴുതപ്പാൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഈ കുട്ടികൾക്കൊക്കെ പോഷകക്കുറവിനൊക്കെയാണ് കഴുതപ്പാൽ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന അധികം ആളും കുട്ടികൾക്കുള്ള പോഷകക്കുറവിനാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത്. എന്തായാലും കൂടുതൽ കഴുതകളെ എത്തിച്ച് ഫാം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് യദുകൃഷ്ണൻ. കഴുതയുടെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇനി ആരെങ്കിലും കളിയായി പോലും കഴുതേ എന്ന് വിളിക്കും മുമ്പ് ഓർമ്മിക്കുക, കഴുത അത്ര നിസ്സാരക്കാരനല്ല. ക്യാമറമാൻ ഷിജിത് കണുമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.